ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ കറണ്ട് അഫയേഴ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആകെ 9 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം ഒരു 5 ചോദ്യങ്ങൾ കൂടെ നമുക്ക് സെറ്റാക്കാം. ഇന്നലത്തെ ക്ലാസ് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേഗം ചോദ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പേ പറയട്ടെ, നമുക്ക് ഇതുവരെ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിർബന്ധമായും പഠിക്കുക. ഉച്ചകോടിയെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് എഴുതിയെടുത്ത് പഠിക്കുക. കാരണം മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇയർ ആൻസർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്ത് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2026 G20 ഉച്ചകോടിയുടെ വേദി മിയാമി, അമേരിക്ക. അമേരിക്കയിലെ മിയാമിയിൽ വെച്ചാണ് 2026 G20 ഉച്ചകോടി നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 G20 ഉച്ചകോടി വേദി ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് 2025 G20 ഉച്ചകോടി നടന്നത്. ഒന്നുകൂടെ പറയാം, G20 സമ്മിറ്റ് 2026 മിയാമി, അമേരിക്ക. അമേരിക്കയിലെ മിയാമിയിലാണ് 2026 G20 ഉച്ചകോടിയുടെ വേദി. നെക്സ്റ്റ്, അതുമായി കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് 2025 G20 സമ്മിറ്റിൻ്റെ വേദി. അത് ജോഹന്നാസ്ബർഗ് ആണ്. ദക്ഷിണാഫ്രിക്ക എന്നോ അല്ലെങ്കിൽ ജോഹന്നാസ്ബർഗ് എന്നോ ഓപ്ഷനിൽ ഉണ്ടാവും. 2025 G20 ഉച്ചകോടി വേദി ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. നെക്സ്റ്റ്, 2026 G7 ഉച്ചകോടി. അവിടെയാണ് നമ്മൾ എഴുതിയെടുത്ത് പഠിക്കേണ്ടത്. ആദ്യം നമ്മൾ പഠിച്ചത് G20 ആണ്. ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് G7 ആണ്. 2026 G7 ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ആണ്. അപ്പോൾ 2025 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കാനഡ. 2026 G7 സമ്മിറ്റ് വെന്യൂ ഫ്രാൻസ് ആണ്. അതേപോലെ തന്നെ 2025 G7 ഉച്ചകോടിയുടെ വേദി കാനഡയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ പരാജയപ്പെടുത്തി ചരിത്ര വിജയം നേടിയ ഇന്ത്യക്കാരൻ ആര്? പ്രഗ്യാനന്ദ. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ പരാജയപ്പെടുത്തി ചരിത്ര വിജയം നേടിയ ഇന്ത്യക്കാരനാണ് ആർ. പ്രഗ്യാനന്ദ. ആകെ 5 ചോദ്യങ്ങളാണ് പഠിച്ചത്. മാറിപ്പോകാതെ പഠിക്കാൻ ശ്രമിക്കുക, എഴുതിയെടുക്കുക. ഒന്നുകൂടെ ഞാൻ പറയുന്നു, എഴുതിയെടുക്കുക. G20 ഉച്ചകോടി 2026 മിയാമി, അമേരിക്ക. 2025 G20 ഉച്ചകോടി വേദി ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2026 G7 ഉച്ചകോടി ഫ്രാൻസ്. G20 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി G7 നമ്മൾ പോകുന്നത്. 2026 G7 ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ആണ്. അപ്പോൾ 2025 G7 ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ അത് കാനഡയിലാണ്. ഓക്കെ, കാനഡയിൽ വെച്ചാണ് 2025 G7 ഉച്ചകോടി നടന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ പരാജയപ്പെടുത്തി ചരിത്ര വിജയം നേടിയ ഇന്ത്യക്കാരൻ്റെ പേര് ചോദിച്ചാൽ ഉത്തരം പ്രഗ്യാനന്ദയാണ്. ഓക്കെ, ഈ 5 ചോദ്യങ്ങളും സെറ്റായി എന്ന് വിചാരിക്കുന്നു. ഉടനെ തന്നെ പുതിയ ചോദ്യങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ, സീ യു സൂൺ.